സൗഖ്യമാ இந்த பக்கம் யாருமே இல்லை. அவரை இல்லாத என்னும் குணமும் கொள்ளாத സർവത്തിലും മാറ്റുന്ന ഞാൻ നിന്നാട്ടുന്നേ. ഷാഹിദ് ഷാഹിദ് താഴെ കമൻ്റ് ഇടൂ വന്ന ആളെല്ലാം കമൻ്റ് ഇട്ടു. മേലെ എന്നിട്ട് ഒളിച്ച് നിൽക്കണ്ട, അത് പോയി കള്ളയി മാറും. കമന്റ് ചെയ്യൂ, മേലെ നിൽക്കാതെ താഴെ ഇരിക്കും. താഴെ വന്നിരിക്കൂ. താഴെ വന്നിരിക്കേ. കമന്റ് ചെയ്യണോ? കമന്റ് ചെയ്. ആ മേലുള്ള 2 താഴെ ഇറങ്ങിയിട്ട് കമന്റ് ചെയ്താട്ടെ. ആ 3 ഏതാ 3 കമന്റ് ചെയ്യും. 2 ആളിങ്ങനെ കുത്തിയിരിക്കല്ല. ഇത് ഒരുമാതിരി ആരും മിണ്ടണമില്ല. ഇപ്പൊ എന്നായത് ആ മേലിന്റെ 2 കമന്റ് ചെയ്താട്ടെ. എനിക്ക് ഉറക്കം വരുന്നു. വന്നവരൊന്നും വെറുതെ പോണ്ടേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യോ. കമന്റ് ആരെങ്കിലും ഉണ്ടെന്ന് അറിയട്ട്. ഈച്ചനോടിക്കുമ്പോൾ ചെയ്യാണ്ട് കുറെ നേരം ഇറ്റാൻ വേണ്ടിയിട്ട് 2 ബംഗാളിനെ വിളിച്ചിട്ട് ഇവിടെ ഇരുത്തണം. എന്നാലേ കുറച്ച് കമന്റ് ഇങ്ങനെ
അവരെങ്കിലും പിടിച്ചിട്ട് വിട്ടാലാ. ഒരു മനുഷ്യ കുഞ്ഞില്ലാണ്ട് ഈച്ചനെ ഓട്ടി കിടക്കുന്നല്ലാണ്ട് എന്തെന്നാ ചെയ്യാം. തണുക്കണു. താഴെ ഒന്ന് കമന്റ് ഇടുവോ? ആ മേലില്ല ഒരാളെ ആ ഒരാളൊന്ന് കമന്റ് ഇടുവോ? എൻ്റെ അമ്മ घूमते हवा ആ മേലിലെ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കമന്റ് ഇട്. അയ്യോ ഒത്ത പേര് എൻ്റെ അമ്മോ. എൻ്റെ തല എത്ര നേരം ഞങ്ങളുടെ ഒറ്റക്ക് ഒരു മഞ്ചക്കുഞ്ഞൂടി ഉണ്ടായിട്ടില്ല, കുരിപ്പായിരുന്നു. ഞാൻ എന്നിട്ട് ഇറങ്ങിപ്പോയി ഒലക്ക. എന്നോട് ഞാൻ എന്താ പറഞ്ഞേ? പോണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്ത് കഴിക്കാൻ? ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. മുകളിലുള്ള 5 പോയി ഒലക്ക. ആ 2 ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എല്ലാവർക്കും കമന്റ് ചെയ്യാം. നീ എന്നീ മിണ്ടാടുക്കുന്നു? ആരുമില്ല, എല്ലാം പോയാ ചത്ത കൊന്ന കൈ വരെ വേനെടുക്കുന്നു. എന്ത് ബീകല വീണ് മോനെ. നീ എങ്ങോട്ടായി പോന്ന്? പോയാ? ഹലോ ഹലോ ഹലോ. മേലുള്ള 4 സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം താഴെ വന്നിട്ട് കമന്റ് എല്ലാം പറഞ്ഞോ. ഞാൻ വെറുതെ ഇരിക്കുന്നു. എല്ലാം പോയി. എനക്കു ഇപ്പൊ നീ മിണ്ടുന്നുണ്ടാ? ആരോട് പറയാ? ആര് കേക്കാൻ? കഷ്ടം തന്നെ.
ആരെങ്കിലും ഒന്നും മിണ്ടുന്നുണ്ടാ? ആരെങ്കിലും ഉണ്ടാ? ആരെങ്കിലും ഉണ്ടാ? തുമാനേ ഈ ആരെയും മേലെ നിൽക്കുന്നു ഉറങ്ങാട്ട് ചെയ്യുന്നത്. ആയല്ല അതിനെക്കൂടെ പറയിപ്പിക്കണ്ട. ഞാൻ ഈ എനിക്ക് മേലെ 5 നിൽക്കുന്നുണ്ട്. ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യന്മാരെ? നീ ഇത്രയും നേരം എവിടെയായിരുന്നു? നീ ഇത്രയും നേരം എവിടെയായിരുന്നു? അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴോന്ന് ചോദിച്ചേ. എന്തോന്ന്? അത് കഴിഞ്ഞ് ഇടയ്ക്ക് എവിടെയോ പോയല്ലോ. ഒരു ഈച്ച പോലും ഇവിടെ മിണ്ടായില്ല. എന്നിട്ടത് എന്നോടല്ലേ ഞാൻ പറഞ്ഞു പോണ്ട പോണ്ടെന്ന്. മേലെല്ലാം 4, 5, 10 വന്ന് ഇരിക്കുന്നുണ്ട്. എന്തിനാന്നമ്മോ? കുരങ്ങൻ നോക്കും പോലെ നോക്കാനാ? താഴെ വന്ന് മിണ്ട് എന്നാ പിന്നെ. ഇല്ല, കുറേ നേരം മിണ്ടാണ്ടായപ്പോൾ എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഞാൻ ഫോൺ അവിടെ ലൈവ് എൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിന്നെ തിരിച്ച് കയറാൻ പറ്റുന്നില്ല, റെസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ അങ്ങ് പോയി. എന്താ കാസ്പർ ഒഫീഷ്യൽ ഹായ് ബ്രോ. ഹായ് ഹായ് അല്ല, അത് ഹീ അല്ലേ?
ഈ ബ്രോ. ആ, ഹൂ ബ്രോ? ഒഫീഷ്യൽ. എന്താ പേരെന്താ? കാസ്പർ ഒഫീഷ്യലിൻ്റെ പേരെന്താ? എന്ത് ചെയ്യുന്നു? എവിടെ വീട്? യെസ്, ഹായ് ബ്രോ, മനസ്സിലായി. അശ്വിൻ, എവിടാ വീട്? എവിടാ? സ്റ്റാർട്ടായപ്പോൾ ഇതെന്താ സാധനം? ഓക്കെ, ട്രിവാൻഡ്രം. എന്ത് ചെയ്യുന്നു? എന്താ ടി വി? ഫുഡിയാ ബ്രോ? ആ, ഫുഡ് ബ്രോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഉറങ്ങാനായല്ലേ. നാളെ വർക്കില്ലല്ലോ. എനിക്ക് എപ്പോഴും വർക്കുണ്ട്. എനിക്ക് എല്ലാ ദിവസവും വർക്കുണ്ട്. എനിക്ക് തോന്നണം എവിടെയെങ്കിലും പോകണോ വേണ്ടയോ, അത് അന്നേരം ഞാൻ പിന്നെ വർക്കിന് പോകില്ല. എനിക്ക് ആരോടും ചോദിക്കുകയും വേണ്ട. ലീവ് തരുമോ, ലീവ് എടുക്കട്ടെ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പോകണം തോന്നിയാൽ ഞാൻ പോകും, പോകണ്ടെന്ന് തോന്നിയാൽ പോവില്ല. ദാറ്റ് ഈസ് മൈ ഓൺ വർക്ക്. പിന്നെ വീട് എവിടെ? കണ്ണൂരാണ് ബ്രോ, കണ്ണൂരാണ്. അമ്മേനിൽ 5 സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ, പോകുന്നുണ്ടെങ്കിലേ, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. രാകേഷ് ആറ്, അതാരാണാവോ? ഊക്ക ഫാൻസോ? അതെന്താ ഊക്ക ഫാൻസാ? എന്താ ഉദ്ദേശിച്ചത്? ഊക്ക ഫാൻസ് എയർ എയറാ? എയർ കയറ്റാൻ, എയർ കെട്ടാണ്, കെട്ടാണ്, എന്താണാവോ എന്തോ. അയ്യോ, ഹായ് ബ്രോ, മറന്നു രാകേഷ്. അതാ ഞാൻ പറഞ്ഞ, എവിടെയോ എന്തോ ഒരു IT. ആ, നീ അന്ന് ലൈവിൽ വന്നായിരുന്നു അല്ലേ? മനസ്സിലായി, മനസ്സിലായി. ആ, ഞാൻ ഓർക്കുന്നു.
പിന്നെ എന്തരണ്ണ വിശേഷം? ഓ എന്തിരി പറയാ, സുഖന്തരണങ്ങളൊക്കെ തന്നെ. അക്കൗണ്ടന്റ് എവിടെ പോയി? അക്കൗണ്ടന്റ് പോയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല ബ്രോ. മേലെയുള്ള അഞ്ചെണ്ണത്തിൽ എന്തായാലും അവരിപ്പം പോവും. എന്നാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. കമന്റ് ചെയ്യാൻ മടിയുള്ളവര്. എന്നും വരുമ്പേ വർക്കിക്കാൻ. ആ ഉറക്കം വന്നോട്ടോ. ഞാൻ എന്താ വേണ്ടേ? വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. മുണ്ടാണ്ടിരിക്കലേന്ന്. അപ്പുറം ഇപ്പുറം ഓടിപ്പോയിക്കൊണ്ടിരിക്കലേന്ന്. ഞാൻ എന്താ വേണ്ടത്? പിന്നെ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്. നീ കേട്ടാ? മാനത്തെ മാറിക്കുഴലേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാനത്തെ മാറിക്കിടാക്കൾ മാവുണ്ട് ആട്. എന്താ അന്നട്ട പേര്? എന്താ അന്നട്ട പേര്? അണ്ണന്റെ എൻ്റെ പൊന്നടാവേ, ഇങ്ങനെയാണോ പറയുന്നത്? അണ്ണന്റെ പേര് എന്തര്? അതാണ് ചോദിച്ചതില്ലേ? എന്റെ പേര് ജലീലി. എന്ത്? ഇതൊരുമാതിരി അണ്ണാട്ടാന്നായിപ്പോയി. എന്തിനാ പുറത്തുനിന്നൊരു സൗണ്ട്? എന്തോ വലിച്ചുകൊണ്ട് പോണ സൗണ്ട്. ഇതെവിടുന്നാ? നീ പുറത്തിറങ്ങണ്ട. ഞമ്മക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല മോളെ. നമുക്ക് എന്ത് ഉണ്ടാവാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. മഴ പെയ്യണ. ഓ ഇവിടെ മഴയില്ല. മഴ പോയ അല്ല, നിന്നെക്കണ്ട അവര് പേടിക്കണ്ടെന്ന് വെച്ചിട്ടാ. പിന്നെ അങ്ങനത്തെമാരെ പിന്നെന്തിനാ വരണേ? പേടിച്ചു കൂറാനോ? അവർക്ക് വീട്ടിൽ പോയി തൂറിയാ പോരെ. എന്നെ കണ്ടിട്ടേ പോയിക്കൂടും എന്നാ. ശരി അണ്ണാ. ഓക്കെ കാസ്പർ ഒഫീഷ്യൽ തകൾ സബ്സ്ക്രൈബ് ചെയ്യണേ.
നിനക്കെന്താ എന്നോട് ഇത്ര കലി? പിന്നെ ഞാനെന്താ പറഞ്ഞ? ഞാൻ നിന്നോട് ഇത്രയും നേരം ഞാൻ പറഞ്ഞായിരുന്നു പോവണ്ട, പോലെ പോലെ. ഇവിടെ ഒരു മഞ്ചക്കുഞ്ഞില്ല, മഞ്ചക്കുഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാരും പോവാ പോവാ നീനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരൊറ്റെണ്ണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരൊറ്റെണ്ണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് ലൈവ് കട്ടാക്കിയിട്ട് പോയി. ലൈവ് കട്ടാക്കിയിട്ട് പോകുമ്പോൾ ഒന്നും കൂടി ഓണാക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പം അങ്ങനെ കുറച്ചെണ്ണം വരുമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഓണാക്കിയതാണ്. അതുവരെ നീ വന്നിട്ടില്ലല്ലോ ഇത്രയും നേരമായിട്ട്. ഞാനിന്ന് എത്ര ടൈം നോക്കി, അപ്പം നീ വന്നില്ല. ഇന്ന് ഞാൻ FF പോയതല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പോകണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ FFലേക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ. പിന്നെ നീ എന്തിനാ പോയത്? കടവുളേ കടവ്. എന്നിട്ടോ പോയിട്ട് വന്നിട്ടാണ് വീടിന് നിരങ്ങി കളിക്കുന്നത്. എനിക്കത് തണുക്കണം, തണുക്കണം. ഇവിടെ പിള്ളേരുണ്ടായി. ആർക്കുണ്ടായി? ഒന്ന് ലൈക്കടി പയലുകളെ. ഒന്നും ലൈക്കടിക്കണില്ലടാ പയലുകള്. ഒന്നും പുലിയല്ല, യവന്മാരൊന്നും പുലിയല്ല കേട്ടാ. വന്നിട്ട് ചാർജറിൽ ഇട്ടേക്ക, എന്നിട്ടാ ലൈവ് കാണുക. പിന്നെ എനിക്ക് ചാർജർ ഇടും. എനിക്കെല്ലാവരും ഓരോ കാരണങ്ങളുണ്ടല്ലോ. ചാർജർ ഇടാൻ നിനക്കെന്താ ചാർജർ ഉണ്ടാക്കിയിട്ട് വരേണ്ട സമയമൊക്കെ വേണോ? അത് മാനുഫാക്ചറിങ് ചെയ്ത് എന്നിട്ടാണോ നീ വരുന്നത്? അത്രയും സമയം എടുക്കുന്നത്? ഇതെന്താ ഇന്ന് ഇങ്ങനെ ഇത്ര തണുപ്പ്? ചാർജ് തീർന്നപ്പോ കളി നല്ലതാ, വളരെ നല്ലതാ. ഞഞ്ഞേ. ഓക്കെ അണ്ണാ, ബൈ ബൈ, ശുഭരാത്രി. ഓക്കെ ബ്രോ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ആൻഡ് have a good day and nice to meet you and support my channel. Thanks. Good morning. നീ ഗുഡ് മോർണിംഗ് പറയാൻ വന്നതാ? അതിനായിട്ട് വന്നതാ? അയ്യാ, എനിക്ക് തണുക്കണ. സണമറേ ക്ഷണമറേ സുമേറ ക്ഷണം ഹോറേ. ഞാൻ എത്ര മെസ്സേജ് അയച്ചു? അവിടെ അയച്ചു? നീ എവിടെ അയച്ചു? എന്തൊക്കെ ആശ്വാസമുണ്ടോ ഇപ്പൊ? ഇപ്പൊ ചെറുതായിട്ട് എവിടെ നിന്നൊക്കെയോ വിശക്കാൻ തുടങ്ങിയ പോലെ ഒരു ഫീൽ. തുമേര ക്ഷണം ഹോറേ ക്ഷണമറേ ക്ഷണമറേ തുമേര ക്ഷണം ഹോറേ.
അല്ലേ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. വല്ലതും ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നഹി. നീ ഉദ്ദേശിച്ചത് ഗ്യാസാണ് ഉദ്ദേശിച്ചത്. ഇതെന്താ സാധനം? ഇത് ആ സാധനത്തിന്റെ അർത്ഥം മാറ്റാണേ. അതിന്റെ അപ്പുറത്ത് പോയ എയറിൻ്റെത് അങ്ങനെ കരുതൂല. അതിന്റെ മീനിങ് അങ്ങനെയല്ല. അത് എയറിന്റെ മീനിങ് ആണ്. तन्हाई में ढूंढ तुझे हर पल तुझको सोचे. No, 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 no. What the hell? നിനക്കിപ്പോൾ എന്നെ ഉറക്കിയിട്ട് എന്താ കാര്യം? നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ പോയി ഉറങ്ങിക്കോ. ഞാൻ ഇങ്ങനെ കുത്തിയിരിക്കുക ചാർജറിലിട്ട്. എന്നോട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പോകണ്ടെന്ന്. ഈ സമയം കൊണ്ട് നിനക്ക് പോയിക്കൂടെ എന്നാല്? അപ്പോൾ നീ എന്താക്കിയത്? നീ അവിടെ കളിക്കാൻ പോയിട്ടല്ലേ? കളിക്കാൻ പോയോണ്ടല്ലേ ചാർജ് തീർന്നു. അല്ലാണ്ട് ലൈവിൽ ഇരുന്നോളൊന്നും അല്ലല്ലോ. JBL ഹൈ. JBL എവിടെയോ ഒരു സംതിങ് എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. JBL എന്താ പേരെന്താ? പേരെങ്ങനെയാ? ഇവിടെ വീടെന്താ? വീടെവിടെയാ? എന്ത് ചെയ്യുന്നു? പിന്നെ നമുക്ക് പിന്നെ ഹായ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റൊന്നും തന്നെ കാണൂല. എനിക്കാണെങ്കിൽ തണുത്തിൻ്റെ പണ്ടാരമയ്യ. കോയിലേ
ഡേ യൂട്യൂബ് വല്ലതും തരുമോ? ഇല്ല ബ്രോ, സബ്സ്ക്രൈബേഴ്സ് 1K ആവണം. 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം. അത് കഴിഞ്ഞാലേ മോണി സ്റ്റാർട്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് 4000 മിനിറ്റ് വാച്ച് അവർ വേണം. പിന്നെ $100 മേലെ വേണം, എങ്കിലേ കിട്ടുള്ളൂ. ഇറ്റ് വാസ് എ ബിഗ് പ്രൊസീജിയേഴ്സ്. അതിനിടക്ക് പിന്നെ അതിനിടക്ക് കുറച്ച് വേറെ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ, കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കിട്ടിയ വ്യൂസും കാര്യമില്ല, ഒന്നും കാര്യമില്ല. വാച്ച് അവറോ അത് അതിനെക്കൊണ്ടൊന്നും അതിൽ ശരിയാവില്ല. അതിന് 500 ആയാൽ രജിസ്റ്റർ ചെയ്യാം. നിന്റെ ഇപ്പം എത്രയായി? നിന്റെ ഇപ്പം എത്രയായി? ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. 500 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അതിൻ്റെ ഏണിങ്സിൻ്റെ ആ ഭാഗത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 500-ന് കുറച്ച് പ്രൊസീജിയർ കുറവാണ്. 1000 ആയിക്കഴിഞ്ഞാലേ പ്രൊസീജിയർ ക്ലിയർ ആവുള്ളൂ. രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരിക്കും, അതെനിക്കറിയില്ല. എന്നാലും 1000 മറ്റേ എത്ര വാച്ച് അവർ, അതായത് ഈ പറഞ്ഞ 500-ൻ്റെ ഒക്കെ ആണെങ്കിൽ ഷോർട്സിന് എത്ര 10 മില്യണോ? ഷോർട്സിന് 10 മില്യൺ വ്യൂസ് കിട്ടണം. ഷോർട്സിന്, അതായത് ഒരു വീഡിയോ ഒക്കെ അല്ല, ആ 28 ദിവസത്തിൻ്റെ അതിനുള്ളിൽ 10 ബില്യൺ ഷോർട്സിന് വ്യൂസ് കിട്ടണം. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അതിൽ വാച്ച് അവർക്ക് കൂടുതലാന്ന് തോന്നുന്നു. ഇത്ര വാച്ച് അവർ കൂടുതൽ കിട്ടണം. മറ്റേത് 1000-ൻ്റെ ഒക്കെ ആണെങ്കിൽ 4000 മിനിറ്റൊക്കെ വാച്ച് അവർ കിട്ടിയാൽ മതി. പക്ഷെ അതായത് ഒരു മിനിറ്റുള്ള വീഡിയോ 4K വ്യൂസ് ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ $100 മേലെ ആയിരിക്കണം. അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. പിന്നെ 1000 ആകുമ്പം കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും, അതായത് കടുപ്പം കുറഞ്ഞു കിട്ടും. 500 ആണെങ്കിൽ നമ്മൾ കുറേ പണിയെടുക്കേണ്ടി വരും. 1000 ആകുമ്പം നമ്മളെ കൊണ്ട് അത്ര പണിയെടുപ്പിക്കില്ല, കാരണം നമ്മളൊരു മാനേജർ പോസ്റ്റ് പോലെയാണ്. ഇപ്പം നമ്മൾ ഉള്ളത് ഫീൽഡ് വർക്കാണ് നമുക്കുള്ളത്, മനസ്സിലായത്? നമ്മളിപ്പോൾ ഫീൽഡ് വർക്കിലാണുള്ളത്. 500 ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു എക്സിക്യൂട്ടീവറാവും, അത്രേ ഉള്ളൂ. 1000 ആയിക്കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റന്റ് മാനേജർ ആ ഒരു അങ്ങെത്തും. അപ്പം നമുക്ക് ജോലി കുറഞ്ഞു കിട്ടും, മനസ്സിലായി? നമുക്ക് ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ വലിയ കടുപ്പപ്പെട്ട ഇതൊന്നും നമുക്ക് വരില്ല. അതിന് 1000 തന്നെ വേണം. ഇപ്പോഴത്തെ സംബന്ധിച്ച് ചില ആൾക്കാർക്ക് സബ്സ്ക്രൈബർ കുറഞ്ഞിട്ടാണെങ്കിലും ചില ആൾക്ക് കുറവായിരിക്കും, പക്ഷെ നല്ല വ്യൂസും ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇപ്പം പുതിയ നിയമമാണ് ഇപ്പോൾ വന്നത്. ഇപ്പം അടുത്ത് വന്നതായത് 500 സബ്സ്ക്രൈബേഴ്സ് മതി, പിന്നെ ഇത്ര. പക്ഷെ അതിന് കുറേ ഇത്ര വേണം, അത്ര വേണം, ഇത്ര വേണം, ബാക്കിയുള്ളതൊക്കെ ഇത്ര വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്.
നീ പണ്ഡിതൻ തന്നെ. അർത്ഥം പറഞ്ഞു കേട്ടപ്പാണോ നിനക്ക് തോന്നിയേ? ഏ? എന്നാലും മറന്നിട്ടില്ല രാമ അത്. അതൊന്നും മറക്കവേ മുടിയല്ലേ പുരിഞ്ചിത. புரிஞ்சுதா? இன்னைக்கு யாருமே என்கிட்ட அப்படிയൊന്നും பண்ணவே முடிஞ்சதில்லை. அதான் ஃபஸ்ட் டைம் தான் இந்த மாதிரி. വേറെ ഒന്നുമില്ല. വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ പോകും. എഴുന്നേൽക്കുന്നു, വല്ലതും കഴിക്കുന്നു, ടൗണിലേക്ക് പോകുന്നു. എവിടെയെങ്കിലും പോകാണ്ടെന്ന് വെച്ചാൽ ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല. ആരും പറഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല. അതാ നീ അങ്ങനെ ചോദിച്ചേ? കണ്ണുകൾ രണ്ടും നീരിലെ നീനെ പോലെ വാഴുതേ കാറ്റിലും. എന്തായാലും നിന്നെ കാണാൻ ഓർമ്മയാവണം. എന്നാ നിന്നെ കൂടെ എവിടെ അവനൊക്കെ വേറെയാണ്. വീടിൻ്റെ അടുത്താണോ
ഞാൻ തിരക്കിന്ന് പൊറോട്ട. ഉം. കുറച്ച് പോണം, അത്ര അടുത്തല്ല എന്നാലും കാണുകയാണെങ്കിൽ പറയാം. ഫാസ് ഹായ്. നാട്ടിലെവിടാ? ഞാൻ കണ്ണൂർ. താങ്കൾ ഫാസ് പരിപാടി എന്ത്, ഇങ്ങനെ ഇരിക്കണു. யாருமே இங்கே இல்லை, நான் மட்டும்தான் இங்கே இருக்கிறேன். என்ன பண்ணி வச்சிருக்காரு? ജോബ് ഞാൻ ആയുർവേദിക് തെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ വർക്കില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ടാക്സി ഓടിക്കുന്നു. താങ്കളുടെ പേരെന്താണ്? എവിടെയാണ് വീട്? എന്ത് ചെയ്യുന്നു? നാളെ തൊണ്ടവേദന ആണെങ്കിൽ മോക്സ് മേടിച്ച് കഴിക്കട്ട. നോക്കട്ടെ. മോക്സ് ഒന്നും കഴിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. ദുബായിലാണ്. ഓക്കെ, ദുബായ്. ഇതൊക്കെ ഉള്ളത് തന്നെ അല്ല, നമ്മളെ പൊട്ടനാക്കുന്നയാ. നേരത്തെ ഏതോ എത്താൻ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അത് എവിടെയാന്നും പറഞ്ഞിട്ടില്ല. പേരെന്താ? എന്താ ചെയ്യുന്നേ? അഡ്വർടൈസിങ് കമ്പനിയിൽ മാനേജറാണ്. അഡ്വർടൈസിങ്. ഓക്കെ. മേഡം 3:30 ആയോ? ആ, ആയങ്കായി. ഇനി നാട്ടിലെവിടെയാ? No, never. I'm not sleep. I'm not going to sleep. ചുമ്മാ ലൈവ് കണ്ടപ്പോൾ എന്തേലും പറഞ്ഞ് പോകാൻ കരുതി. കാലിക്കറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണൻ ഗെയിമിങ്. ഏയ്, ഇതാരാ? ഹായ് ബ്രോ. ഹായ്. മലയാളിയാണോ? പിന്നെ നിനക്ക് എന്താ കണ്ടിട്ട്, എനിക്ക് എന്താ പിന്നെ തോന്നിയ, എന്താ ബംഗാളി ലുക്ക് ഉണ്ടോ എന്നെ കണ്ടിട്ട്? എന്തരാ? ഗുഡ് നൈറ്റ്. ഓക്കെ ബ്രോ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ബംഗാളികൾ ഇത്ര ലുക്ക് ഉണ്ടോടാ? ഇങ്ങനെ ഏത് ബംഗാളിൽ ഇത്തിരി ലുക്കില്ല ബംഗാളിനെ നീ കണ്ടത്? ദുൽഖർ സൽമാനെ പോലത്തെ ചെക്കനിൽ നോക്കിയിട്ട് നീ ബംഗാളി. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തു ഇപ്പം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അറിയാ. ഓ നീ ചെലപ്പോ വല്ല ഫോറിൻ അങ്ങോട്ടായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ആ അങ്ങനെ പറ. ആ ഓക്കെ ഓക്കെ, ആ ഓക്കേടാ ഓക്കേടാ, ഞാനാ തെറ്റിദ്ധരിച്ച. ഓക്കെ ഓക്കെ, ഞാൻ അത്ര തന്നെ അവഗണിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളവിടെ ഇല്ല ബംഗാളികൾ എന്ത് ഗ്ലാമറാണെന്നോ. അതെ, ആ ബംഗാളി ഗ്ലാമർ സ്കൂട്ടർ ബൈക്കിൽ പോകുന്ന കാര്യല്ലേ പറഞ്ഞേ? അതെല്ലാം അങ്ങനെ തന്നെയാണ്. എന്താടാ ഉറക്കമൊന്നുമില്ലേ അഭിഷേക് കെ? എന്താണ് ഉറക്കമൊന്നുമില്ലേ? ഇല്ലാത്തോണ്ടല്ലേടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഉറക്കമുണ്ട ഞാൻ ഉറങ്ങൂലേ? ലൈവിലുണ്ടാവോ? അയ്യോ ചളി ഈ ടൈമില്. ചളി ഇപ്പൊ ഈ സമയത്ത് വെയിലില്ലാത്തോണ്ട് ഉണങ്ങുന്നില്ല. അതുകൊണ്ടാണ് ചളി ഇങ്ങനെ നിക്കുന്നത്. അതുകൊണ്ടാണ്. വെയിൽ വന്നില്ലെങ്കിൽ കുറച്ച് ഉണങ്ങിപ്പോയേനെ. എന്നാ ചളീന്റെ മേത്ത് പറങ്ങീനാ അയ്യ അയ്യ ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യേ ചളി ഈ ടൈമിൽ പോലും. പിന്നെ ഈ ഉച്ചക്കെല്ലാം ആണെങ്കിൽ ഒക്കെ ചളി ഉണങ്ങിപ്പോന്ന് പറയാ. ഈ സമയത്ത് വെയിലില്ല, അതുകൊണ്ട് ഉണങ്ങൂല. ആ ഇങ്ങനെ ചളിയായിട്ട് തന്നെ വെക്കും. പിന്നെ നിന്റെ അടുത്തുള്ള ഞാൻ പിന്നെ എന്നാ പറയേണ്ടത്? ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? നേരത്തെ വന്നപ്പോ ഞാൻ എങ്ങനെയാ ഉണ്ടായിനി? ഞാൻ കലിപ്പിലാണോ ഉണ്ടായേ? ഞാൻ നേരത്തെ കലിപ്പിലാണോ ഉണ്ടായിരുന്നത്? ആണോ? ഇതേ പിന്നെയും ചളി. കടവുളേ. ഞാൻ നിന്റെ അടുത്ത് നേരത്തെ എങ്ങനെയാണ് സംസാരിച്ചത്? ഞാൻ ഈ കോലത്തിലാണോ സംസാരിച്ചത്? ആണോ? ആണോ? ഞാൻ എന്നിട്ട് നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? പോവല്ല, നീ ഗെയിം FF കളിക്കാനാണ്. നീ ഗെയിം കളിക്കാനാണെങ്കിലും നീ പോവല്ല. ഇവിടെ എനിക്ക് വർത്താനം പറയാൻ ആരും ഇല്ലാന്ന് ഞാൻ പറഞ്ഞോ? എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ടോ? എന്നിട്ട് നീ കേൾക്കാണ്ട് അത് പോയി. ആ പോയതും പോരാ, എന്നിട്ട് വന്നിട്ട് ഇവിടുന്ന് പെരങ്ങി കളിക്കുന്നു. അയ്യോ തണുത്തേ തണുത്തേ. ഇവിടെ എന്താ നടക്കുന്നേ? ഇലക്കുടി നേരത്തെ 2 ഉറുമ്പ് ഇലക്കുടി പോന്നാണ്ടിനി. അതായിപ്പോ ഇവിടെ വേറെ ആരും നടക്കുന്നില്ല ബ്രോ. ഇവിടെ കിടക്കുന്നു, ഇരിക്കുന്നില്ല. ഇവിടെ നടക്കുന്നില്ല ആരും. ഞാൻ വേണമെങ്കിൽ പോകാ. ഹലോ മലയാളി ബ്രോ എവിടെയാണ്? ഞാൻ കേരളത്തിലാണ് ബ്രോ. ഈ ചെടി പിന്നെയും കൊള്ളാണ്ടാ. അതില്ലേ?
അതാ പറഞ്ഞ കഥ പറയാതെ ലൈവ് ഉള്ളവർക്ക് റിപ്ലൈ കൊടുക്ക്. ആ റിപ്ലൈ തന്നെയല്ലേ കൊടുത്തത്, അതന്നെയല്ലേ ഈറ്റിങ്ങൻ ചോദിക്കുന്നത്. എന്താ പ്രശ്നോ, എന്നാ ഇതെന്താ, അതെങ്ങനെയാ, ഇതെങ്ങനെയാ, ഇത് ചോദിക്കുന്നതിനനുസരിച്ചല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരാൾ പറയുന്നത് നിർത്ത്, മതി, നിർത്ത് നിർത്ത്. എന്നാൽ ഇപ്പുറത്തെ ആള് പറയുന്നത് അയ്യോ കഷ്ടം തന്നെയല്ലേ, ആ അങ്ങനെ ഇങ്ങനെ, അയ്യോ അയ്യോ. ആയിക്കോട്ടെ, ഞാൻ ആ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിന്നോടെന്താ പറഞ്ഞത്? നിന്നോട് പോവില്ല എന്ന് ഞാൻ പറഞ്ഞിനോ? നീ നാളെ ഫേമസ് ആകുമ്പോ നമ്മളെയൊക്കെ മറക്കല്ലേ. പോയി. ആ ആ ആ നീ പറഞ്ഞപ്പോഴേ പോയി. ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല മോനെ, എല്ലാം പോയി, എല്ലാം പോയി. ഷേ, ബ്രോ എവിടാ സ്ഥലം? നിഹാൽ പി. നിഹാല് എൻ്റെ നിഹാൽ, നിഹാൽ പി. ഇത് ഇതാരാ ബ്രോ? എവിടെ സ്ഥലം? ഞാൻ കണ്ണൂരാണ് ബ്രോ. നീ നാളെ ഫേമസ് ആകുമ്പോൾ പോയി. ഓൻ പറഞ്ഞപ്പോഴേ പോയി, നീ എല്ലാം പോയി, പോയി പോയി. എൻ്റെ പ്രതീക്ഷയും പോയി, എല്ലാം പോയി, ആകെയുള്ള സമാധാനം പോയി, എല്ലാം പോയി ബ്രോ. അയ്യോ, ചേ, ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു കണ്ടത്. ഫേമസ് ആകുന്നു, അയ്യോ വണ്ടിയിലെ കൂടിയെല്ലാം പോകുമ്പോ ആയ്, ആ ജലീൽ ബ്രോ ഹലോ, ഫോട്ടോ എടുക്കോ, സെൽഫി എടുക്കോ, അയ്യോ അയ്യോ അയ്യോ. പോയില്ലേ, നിന്റെ ഒറ്റ വാക്കിൽ അത് പോയില്ലേ. അയ്യോ, പോയി മോനെ. ചേടാ, എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവാന്ന് വിചാരിച്ച്, അത് ഓൻ പോയി. അത് ഓൻ്റെ വാക്ക് പറഞ്ഞപ്പോഴേ പോയി, എല്ലാം പോയി. നീ വേറെന്തെങ്കിലാ പറഞ്ഞെങ്കിൽ അയ്യേ. ഷേ, എടാ ഇനിയിപ്പം ഞാനിപ്പോൾ എങ്ങനെയാ ഫേമസ് ആവുക ഇനി? അയ്യോ, എന്താ മോനെ, സുഖം ആണോന്നാ? സുഖം എന്നാണോ ഉദ്ദേശിച്ചേ? എന്താ മോനെ, സുഖം ആണോ? കാർത്തിക്, ആ സുഖമാണ് മോനെ. എനക്കോ? പാട്ട് പാടില്ല. ഒലക്കയാന്ന്, ഒലക്ക. നേരത്തെ ഞാൻ പാട്ടും പാടി അത്. എന്നിട്ട് അതിൻ്റെ ഇടക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോവല്ലേ. എന്നിട്ട് കഥ പറയുന്നതിൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞു പോവല്ലേ. ഇതെല്ലാം മറ്റും നീ പോയി മുണ്ടാനാടി ഇരിക്കെ. നീ ഒരു പാട്ട് പാടും, ഞാൻ ഒരു പാട്ട് പാടാം. വേണ്ട, ഹൈ വേണ്ടാന്നേ. അങ്ങനെ കുറേ എണ്ണം പറയൂടാ, അതുകൊണ്ട് വെറുതെ എന്തിനാ. പാട്ടിൻ്റെ താലാട്ടാട്ടും. ഏ അങ്ങനെയല്ലോ അതെ. ഞാൻ ഒരു പാട്ട് പാടാം, പിന്നെ മണമൂലമുട്ടം പാട്ട് കേട്ട് താലാട്ടാ. അത് നല്ല പാട്ടാണല്ലോ. അയ്യോ, ഞാൻ പാടിക്കൊള്ളാക്കി. വേണ്ട, വെറുതെ എന്തിനാ കൊല്ലുന്നു ബ്രോ. നീ എന്തോ ഓവറാന്ന് മോനെ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. പറക്കിച്ച വണ്ടി എടു. മണ്ടൻ, മരമണ്ടൻ. ഓ, അതാണല്ലേ നീ. അങ്ങ് ഓക്കെ 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 ഓക്കെ. എന്നിട്ട് ഈ ബുദ്ധിജീവി മണ്ടനും മരമണ്ടനായ എൻ്റെ ലൈവിലല്ലേ വന്നിരിക്കുന്നത് മൊണ്ണെ. മണ്ടനും മരമണ്ടനും പോലും ഞാൻ. എന്നിട്ട് ഓൻ ഇരിക്കുന്നതോ എൻ്റെ ലൈവിൽ. നാണമില്ലല്ലോ എനിക്കല്ലേ പറയാൻ ബേടെ മൊണ്ണെ. കടക്ക് പുറത്ത്. സംയമനം,
സംയമനം പാലിക്കുക. ഓക്കെ 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 ഓക്കെ. എന്നിട്ട് ഓൻ പറയുന്നു എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അയ്യോ യശോദേ. ആരാ അതാരാ? ആര്? എടാ ഉറങ്ങാം. ആയില്ല ആയില്ല. രണ്ട് ചളി അടിടാ. ഒന്ന് ചിരിക്കട്ടെ ഞാൻ. രണ്ട് ചളി അടിടാ. ഒന്ന് ചിരിക്കട്ടെ ഞാൻ. എടാ ഇവൻ തന്നെ എന്തെന്നായി പറയുന്നത്? നേരത്തെ പറഞ്ഞ് മണ്ടൻ മരമണ്ടൻ. മണ്ടനല്ല മരമണ്ടനാന്ന് ഞാൻ ഇവൻ പറഞ്ഞു. എന്നിട്ട് ഈ എൻ്റെ ലൈവിൽ തന്നെ ഓൻ ഇരിക്കുന്നു. ഇപ്പം പറയുന്നത് രണ്ട് ചളി അടി എന്നിട്ട് ഓനിക്ക് ചിരിക്കാൻ. ഓനിക്ക് അപ്പോൾ കോമഡി പറഞ്ഞാലും ഓൻ ചിരിക്കൂല. ഓനിക്ക് ചളി മതി. ഓനിക്ക് ചളി കേട്ടാലേ ചിരിക്കുക. അതുകൊണ്ട് ഞാൻ എനിക്ക് ചളി തന്നെ പറയുന്നു. അയ്യോ അയ്യോ ഇവനെക്കൊണ്ട് വലിയ കഷ്ടം തന്നെപ്പാ. ഓനിക്ക് നല്ലതൊന്നും പറ്റൂല, കോമഡി പറ്റൂല, ഒന്നും ഓനിക്ക് പറ്റൂല. ഓനിക്ക് ചിരിക്കണമെങ്കിൽ ഓനിക്ക് ചളി മതി പോലും. പിങ്കി പോയിടാ. അവൻ പൊട്ടനാണ് ബ്രോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അതാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിനക്ക് തൃപ്തിയായില്ലേ? എനിക്ക് വയറിറച്ചും കിട്ടിയില്ലേ? എന്താരോ മഹാനു ബാബുലു. നീ ഇപ്പം തൽക്കാലം പോയിട്ട് എന്താ പറയാ, എൻ്റെ അമ്മേരെ ജിമിക്ക് കമൽ എൻ്റെ അച്ഛൻ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ, അതിൽ അയാള് കട്ട് കൊണ്ടുപോയിട്ട് വിറ്റത് എവിടെയാന്ന് നോക്കുന്നത്. അയാൾക്ക് ഇടാനായിരിക്കൂലല്ലോ അയാൾ കട്ടത്, അയാൾക്ക് വിൽക്കാനായിരിക്കൂലേ. അതെവിടെയാ വിറ്റത് നോക്കും. പിന്നെ എൻ്റെ അച്ഛൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തീർത്തു പോലും. എൻ്റെതല്ല, പാട്ടിലുള്ളതാ പറയുന്നത്. അപ്പോൾ ആ പെണ്ണുങ്ങൾ കുടിച്ച് തീർത്തുന്നാ പറയുന്നത്. സാധാരണ ഒരു മനുഷ്യൻ, ഒരു ആണുങ്ങളാകുമ്പോൾ ഒരു 2 ഗ്ലാസ് എല്ലാം അടിക്കുമ്പോഴേക്ക് ഏകദേശം പാമ്പാവും. അപ്പം ഈ ഒരു കുപ്പി മൊത്തം അടിച്ചു തീർത്ത് ഈ പെണ്ണുങ്ങൾ ഏടിയില്ലേ ഒന്ന് തപ്പിയിട്ട് വാ. എടാ നീ ഇനി എന്നാ ബാംഗ്ലൂർ പോണേ? പിന്നെ ഞാൻ അവിടെ ജോലിക്ക് പോയതൊന്നല്ല, ഞാൻ കറങ്ങാൻ പോയതാണ്. വേണ്ട, ഞാൻ നിന്നെ ഫേമസ് ആക്കിയിട്ടേ പോകൂ. നീ പറയല, എനിക്ക് ചിരി വരുന്നു. നീ പറയല.
അംബാനി അത് ഓഫ് ചെയ്യും. എന്താണ് ഓഫ് ചെയ്യണ്ടേ? ഏതാണ് ഓഫ് ചെയ്യണ്ടേ? എവിടെയാണ്? ഏ എവിടെ ഓഫ് ചെയ്യണ്ടേ? അയ്യോ കൊച്ചു മുതലാളി. അമ്മ നീ എന്ത് സാധനമാ അടിച്ചേ? ഞാനാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ? നീ നീ അടിച്ചതിനേക്കാളും കുറച്ച് ലോക്കലാന്ന് തോന്നുന്നു. അതായിരിക്കും ഇങ്ങനെ. നിന്നെ തന്നെ ഓഫ് ചെയ്യും. പോടാ പോടാ പോടാ. ജവാൻ എന്താ മോനെ? എനിക്കും തോന്നി. ജവാനല്ലേ? ജവാനല്ലേ? എനിക്കും തോന്നി. എന്ത് തോന്നിടാ? നീ 5ാം പഠിച്ചിട്ടല്ലേ ഇരിക്കുന്നിവിടാ. എന്നിട്ട് നമ്മളോട് ജവാനല്ലേ എന്നാ നീ എന്നാ പറയുന്നടാ? അയ്യോ എൻ്റെ മൂക്കെല്ലാം അടഞ്ഞു പോയേ അയ്യമ്മ. ഡാ ചാർജ് തീരായി. നീ നേരത്തെ എന്ത്? നീ മൊത്തം കളവാന്നല്ല പറയുന്നേ. നീ മൊത്തം കളവാന്നല്ല പറയുന്നത്. നീ നേരത്തെ എന്താ പറഞ്ഞേ? ചാർജ് തീരാനായി, അതുകൊണ്ട് ഞാൻ ചാർജിന് കുത്തിയിട്ടിട്ട് ആണ് ഞാൻ ഇതിൽ ലൈവ് കാണുന്നത് എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. അതെങ്ങനെ ഇപ്പൊ ചാർജ് തീരാനാവുക? ചാർജിനിട്ട സാധനം എങ്ങനെയാ ചാർജ് തീരാനാവുക? അല്ലടാ ഇവൻ MDM. ഓ ഐ സി. എടാ മോനെ, ഞാൻ ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. വല്ല എക്സൈസുകാരെല്ലാം വന്നിട്ട് നിന്നെ പിടിച്ചോണ്ട് പോയ അനിയെന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ ഇതിൽ നിന്ന് മട്ട് കടന്നു. അതെ അതെ, 20 എടുത്തു കോപ്പ്. ഇവൻ MDM. ഓക്കെ ബ്രദർ. മാതാവേന്നോ? ബൈ. ഓക്കെ ഓക്കെ ബ്രദർ, ബൈ. അയ്യോ ശാരദേ. तूने मुस्का तूने तूने शरबते मैं तला तुम्हारी से പണ്ട് ഫണ്ണടിടാ. എന്തോന്ന് ഫണ്ട് ബായി. എടാ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല. ഒരു 500 ആയിനെങ്കിൽ എന്തെങ്കിലും പറയേനു. ഇപ്പൊ ആരെങ്കിലും ചോദിക്കൂലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടാ, അല്ലെങ്കിൽ ചേച്ചി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ? എത്ര സബ്സ്ക്രൈബർ ആയി? ഇതാണ് പിന്നത്തെ ചോദ്യം. മറ്റേ എന്താ ഒരു ആൺകുട്ടി അതിൽ കൂടെ നടക്കുമ്പോ പിന്നെ എവിടെയാ പോന്നേ? പഠിക്കാനൊന്നും ഇല്ലേ? ലൈനൊന്നും കൊണ്ടാ? സിംഗിളാ? ജോലിയൊന്നും ആയില്ലേ? ഇതെല്ലാം ഇങ്ങനെ ചോദിക്കൂലേ? അതുപോലത്തെ യൂട്യൂബിന് ഇങ്ങനെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം ഇതാണ്. എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? ഇന്ന് നിന്നെ ലൈവ് കണ്ടുന്ന് സലു. അവളെപ്പോ കണ്ട്?
അതിന് നീ നല്ല നല്ല കണ്ടന്റ് ചെയ്യടാ. എന്ത് കണ്ടന്റാടാ ഞാൻ ചെയ്യേണ്ടത്? എല്ലാം മാക്കിന് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് പിന്നെ അന്ന് നമ്മളോട് ട്രെയിൻ ഉണ്ടായില്ലേ? ആ മനസ്സിലായി. ഷാലു. ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായി. പക്ഷെ എന്നിട്ട് ഈ ലൈവ് കണ്ടിട്ടൊന്നും മിണ്ടിട്ടൊന്നുമില്ലല്ലോ പിന്നെ. എന്നിട്ട് ഇതില് വന്നിട്ടൊന്നും മിണ്ടിട്ടൊന്നുമില്ലല്ലോ. അത് അങ്ങ് പോവലാണോ ചെയ്തേ? നിങ്ങൾ തമ്മിൽ അറിയോ നേരിൽ? ഓ പിന്നെ. അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവന്റെ ലൈവിലാണെന്ന്. അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവന്റെ ലൈവ്. ആര് വിളിച്ചു പറഞ്ഞ്? ഓ, അവള് നിന്നെ വിളിച്ചു പറഞ്ഞാ? അപ്പൊ നീ പറഞ്ഞ് നീ എന്റെ ലൈവിലാണെന്ന്. എന്നാ പൊട്ടത്തേക്ക് എന്താ കമന്റ് എന്തെങ്കിലും ഇടണ്ടേ? യാവാടുന്നു കമന്റും ഇല്ല. ലൈവിലോ പോട്ടെ, ലൈവിലോ വന്നില്ല, ഓക്കെ. എന്നാ ഇതിലെങ്കിലും ഇടണ്ടേ? ഏത് എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് അതിലെങ്കിലും ലൈക്കോ കമന്റോ എന്താ അങ്ങനത്തെ എന്തെങ്കിലും ഇടണ്ടേ? അതിലും ഇല്ല. ഇതാ ഞാൻ പോണു. ഓക്കെ ബ്രോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. ആമാ അടിച്ച് കയറി വാ മക്കളെ, അടിച്ച് കയറി വാ. വെള്ളം അടിച്ചിട്ടൊന്നും വന്നേക്കല്ലേ, എനിക്ക് കഴിയൂല. അയ്യോ എൻ്റെ അമ്മ. എന്നിട്ട് എന്താ പറഞ്ഞ്? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ഷാലു എന്ത് പറഞ്ഞു? എന്നിട്ട് അതായിരുന്ന ഇപ്പോ എങ്ങനെയുണ്ട് അടക്കം? എന്താ എങ്ങനെയുണ്ട്? ആക്കം ഉണ്ടോന്നോ? ആക്കം ഉണ്ടാ? ആക്കം ആക്കം എന്ന് വെച്ചാ നീ ലൈവ് ഇട്ടിക്കുന്ന ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. ഓക്കെ. പക്ഷെ മൂക്ക് അടഞ്ഞിട്ടുള്ളേ. ഒന്ന് തുറക്കുമ്പോ ഒന്ന് അടയുന്നു, മറ്റേത് മറ്റേ അടഞ്ഞത് തുറക്കുമ്പോ മറ്റേത് തുറക്കുന്നു. അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്നു. അങ്ങനത്തെ പ്രശ്നം. എന്നാലും നിന്നെ കാണാൻ ഓർമ്മയാന്നടി. അന്ന് കണ്ടതല്ലേ, പിന്നെ കണ്ടില്ലല്ലോ. ഞാൻ എന്നിട്ട് ഇതിനിടക്ക് നിന്റെ ആ മറ്റേ തീറ്റ നിന്നതിൻ്റെ എന്തോ കൗണ്ട് ചെയ്തിട്ട് ഇത്ര ടൈം കൊണ്ട് ഇത്ര തിന്ന് തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ ഞാൻ എന്നിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. പക്ഷെ അത് മുന്നത്തെ ആയതുകൊണ്ട് ഫാനിൻ്റെ നേരെ കിടക്കണ്ട. നാളെ നാളെ ആവി പിടിക്കേ. എന്താ മോളെ, ഫാനിൻ്റെ നേരെ ആണെങ്കിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നല്ല.
ഞാൻ കിടക്കുമ്പോൾ മൂടി പുതച്ചിട്ട് ഒരു കാറ്റ് പോലും കയറൂല. അങ്ങനെ പുതക്കും. കോൺക്രീറ്റ് ചെയ്തിട്ടാ പോലെ സൈഡെല്ലാം ചുറ്റെല്ലാം ഇങ്ങനെ നിറച്ച് വെക്കും. അങ്ങനെ കിടക്കും. പോയാ നീ എങ്ങോട്ട് ഈ അടക്ക് മുങ്ങുന്ന എങ്ങോട്ടാ? പിന്നെന്ത് കാണാൻ ഓർമ്മയാവുന്നെന്ന് പറഞ്ഞത്. അന്ന് കണ്ടേ പിന്നെ കണ്ടില്ലല്ലോ. പിന്നെ ഞാൻ തൃശ്ശൂർ ഇതിനിടക്ക് വന്നായിരുന്നല്ലോ. ഒരു 3 വീക്സ് മുമ്പ് ഞാൻ വന്നായിരുന്നു തൃശ്ശൂർ. ഞാനെങ്ങനെ പറയാ? അതുകൂടെ നീ ഒന്ന് പറയും. ഞാൻ തൃശ്ശൂർ അപ്പോൾ ഞാൻ കാലിക്കറ്റായിരുന്നു. അവിടെ എന്താ നീ എന്നിട്ട് കാലിക്കറ്റ് പോയത്? അത് ശരി. ഓ, ബാംഗ്ലൂർ റിസൈൻ ചെയ്തോ? നീ എന്നിട്ടൊരു മെസ്സേജ് പോലും നീ അന്ന് പോയ പിന്നെ അയച്ചില്ലല്ലോ. പിന്നെ ഇപ്പം ഇതിനിടയ്ക്ക് ലൈവ് ഇട്ടേ പിന്നെ അല്ലേ നീ വന്നേ. അതുവരെ നീ എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും നീ ഇട്ടിനാ കുരിപ്പേ? നീ മുണ്ടാതെ അവിടെ നിന്നില്ലേ? ലൈവ് ഇട്ടേ പിന്നല്ലേ നീ ഇപ്പം വന്നേ. അതുവരെ നീ എന്തെങ്കിലും പറഞ്ഞാ, മിണ്ടിയാ, എന്തെങ്കിലും ചെയ്താ? ലൈവ് അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടിയതാ. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഒന്നും നീ കാണില്ലല്ലേ? വെറുതെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയതാന്ന്. ആ, എന്നിട്ട് അതിൽ നിന്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ടില്ലല്ലോ.
ലൈക്കാക്കിയിട്ട് ഞാൻ കാണുമോ? ലൈക്കാക്കി എനിക്ക് കാണുമോ? എന്നാൽ അതിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്നാൽ അത് നോക്കി അതിൽ മെസ്സേജ് അയച്ചാൽ പോരായിരുന്നാ? കമന്റ് ഇട്ടില്ല. ഇട്ടില്ല, അതന്നെ ഞാൻ പറഞ്ഞത്. അതാണോ നീ അന്ന് അങ്ങനെ പറഞ്ഞത് അല്ലേ? അന്ന് പോകുന്ന എനിക്ക് ഞാൻ വാട്സപ്പ് നമ്പർ തരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അന്നത്തെ ഇത് എനിക്ക് വല്ലാണ്ട് ഹേർട്ടായി. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് പോയി. അയ്യോ അയ്യോ. എന്നാലും അത് ഇപ്പോൾ ആലോചിക്കുമ്പോണ്ടല്ലോ, എനിക്ക് എന്തോ ഒരു ഹേർട്ടായിട്ടുള്ളൊരു ഫീലിങ്. വരൂല, വരൂല. അപ്പം അത്രയും ഹേർട്ടായിട്ടാണ് നീ മനസ്സിലാക്കണം. ഞാൻ നിൻ്റെ അടുത്ത് തന്നെയല്ലേ ഇരുന്നത്. പക്ഷെ നീ അങ്ങനെ പറഞ്ഞ് പോയപ്പോൾ എനിക്കെന്തോ മിണ്ടിയില്ല. നീ വിളിച്ചായിരുന്നു, ഞാൻ കാണുന്നുണ്ടായിരുന്നു നീ വിളിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരെ പോയി നിന്നത്. പറഞ്ഞതല്ല. അയ്യോ, ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? किसी शायर की गजल जो दे रूह को सुकून के पल, कोई मुझको यूं मिला है जिसे बंजारे कुगर, नए मौसम की सहर या सर्द में दोपहर, कोई मुझको यूं मिला है जिसे बंजारे कुगर. ഞാൻ പിന്നെയും വന്നു. வந்துட்டியா? திரும்பி வந்துட்டியா? നീ എന്നെ മിസ് ചെയ്തോ? പിന്നെ നീ എൻ്റെ കാമുകിയല്ലേ, മിസ് ചെയ്യാൻ പോടാ.
നീ നീ മിണ്ടരുത് കേട്ടാ. നീ മിണ്ടരുത്. നീ മിണ്ടരുത്. ഞാൻ അതല്ലേ നിന്നോട് പറഞ്ഞത്, കാണാൻ ഓർമ്മയാകുന്നെന്ന് ഞാൻ അതല്ലേ പറഞ്ഞേ. കുറേ ആയില്ലേ പിന്നെ അന്ന് കണ്ടേ, പിന്നെ ഇതുവരെ പിന്നെ കണ്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ നാളെയും കാണണ്ടേ. ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ. खुदा से मन्नत है मेरी, लौटा दे जन्नत है मेरी. ओ अमन ओ जमन का नजारा, ओ अमन ओ जमन का नजारा. ओ खुदाया लौटा दे कश्मीर दोबारा. ओ खुदाया लौटा दे कश्मीर दोबारा. ടീം ജസ്റ്റിസ് ക്രിയോ. ഹായ് ബ്രോ. ഹലോ ബ്രോ. ഞാൻ നാളെ സാലോനോട് പറയും. എന്തെന്ന്? അന്ന് നമ്മൾ രണ്ടും പാടിയ പാട്ട് ഏതാടാ? അല്ല, ഞാൻ നാളെ സാലുവിനോട് പറയും. എന്ത് പറയും? അത് പറയും. അന്ന് നമ്മൾ രണ്ടും പാടിയ പാട്ട് ഏതാടാ? ഏതാണ്? ഏതാ? ഞാൻ പൂമുത്തോളെ പാടിയത് കേട്ടിട്ടില്ലേ നീ? അല്ലേ, പൂമുത്തോളെ കേട്ടിട്ടില്ലേ നീ? ഞാനാണോ പാടിയേ എന്ന് ചോദിച്ചിട്ട് വന്നേ. ഇവളും കണ്ണൂരാണോ? അല്ല അല്ല അല്ല, അതന്ന് പാടി. അങ്ങനെയല്ല. അതായത് നമ്മൾ രണ്ടാളും പാടിയില്ലേ അത്. ഏതായിരുന്നു? ആഴ്ത്തിര മുതലോ? ആഴ്ത്തിര മുതലോ? അങ്ങനെ ഒരു വരിയുണ്ടോ? മുതൽ ഇല്ല. ആഴിത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാം, പീലിച്ചെറുത്തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം. കനവിതളായി നീവാ, നിധിയേ മടിയേ പുതുമലരായി വാവാ. പൂമുത്തോളി നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരും ഇടരല്ലേ മണിമുത്തേ കൺമണി. മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി. മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി. ശബാഷ്.
ഉരുകുമെന്നഴലിനു തണലു തൂകുവാൻ മഴമുകിലായി വന്നു നീ. കഥനം നിറയുന്ന വീതിയിലൊരു ചെറുകഥയുമായി വന്നു നീ. എൻ്റെ സ്വപ്നങ്ങളിൽ ആരെങ്കിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ. ആരെങ്കിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ. അത് പാട്. അതേതാ? അതൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ. അതേത് പാട്ട്? നീ ഏതോ